ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നമ്മളുടെ LP-UP നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആളുകൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ പരീക്ഷയിൽ വളരെ കുറച്ച് ആളുകൾക്ക് ഒരു വലിയ പ്രശ്നം നേരിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ UP പരീക്ഷ അപ്ലൈ ചെയ്തു എന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ PSC അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് എക്സാം എഴുതാൻ കഴിയില്ല എന്ന രീതിയിലായിരുന്നു PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വാദങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSC ചോദിച്ചു, ആപ്ലിക്കേഷൻ അയച്ചതിൻ്റെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എടുത്ത് വയ്ക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ചില ആളുകൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കഴിഞ്ഞ പരീക്ഷ എഴുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്തവണ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു എവിഡൻസ് എന്ന രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് ഓൾറെഡി ഉണ്ടാവും. ഇൻ കേസ് സൈറ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു കോപ്പി കയ്യിൽ കരുതണം. അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷനിൽ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമ്മുടെ പരീക്ഷ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഫോട്ടോയിൻ്റെ കേസ് അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. ഫോട്ടോയുടെ താഴെ അത് ഫൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾ ഓൾറെഡി ഫോട്ടോയിൽ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയായിരിക്കണം, 31/12/2013 ശേഷം എടുത്തതായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയതായിട്ട് പ്രൊഫൈൽ ആരംഭിക്കുന്ന ആളാണ്, ഇതുവരെ നിങ്ങൾ ഒരിക്കലും PSC എക്സാം ഒന്നും എഴുതിയിട്ടില്ല, ആദ്യമായി എഴുതുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മളുടെ തന്നെ പ്രീമിയം കോഴ്സിൽ അത്തരത്തിലുള്ള കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലാസ്റ്റ് ചാൻസും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പുതിയതായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിലുള്ള ഫോട്ടോഗ്രാഫാണ് എന്ത് ചെയ്യേണ്ടത്, പ്രൊഫൈലിൽ ആഡ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2013 ശേഷം 2013, അതായത് നിങ്ങൾ 2014 മുതലുള്ള ഫോട്ടോസേ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടെങ്കിലേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. അതിന് മുമ്പുള്ള ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോ എന്ത് ചെയ്തിരിക്കണം, ചേഞ്ച് ചെയ്തിരിക്കണം. ഫോട്ടോഗ്രാഫ് ചേഞ്ച് ചെയ്തിട്ട് പുതിയ റീസെൻ്റ്ലി ഉള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. 6 മാസത്തിനുള്ളിലുള്ള ഒരു ഡേറ്റുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ അയക്കാൻ. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഇനി നിങ്ങൾ അറിഞ്ഞില്ല കണ്ടില്ല എന്ന് വേണ്ട. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ 31/12 ഡിസംബർ 31, 2013 ശേഷം എടുത്തതായിരിക്കണം. അതിൻ്റെ താഴെ ഫോട്ടോയിൻ്റെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയതായിട്ട് പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു, അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷാ സംബന്ധമായ കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി എന്ത് ചെയ്യണം, സമർപ്പിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു സോഫ്റ്റ് കോപ്പിയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടോ എടുത്ത് കയ്യിൽ കരുതുക എന്ന്. അത് നിങ്ങൾ ഓൾറെഡി അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ചെക്ക് ചെയ്ത് അയച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതൊന്ന് സേവ് ചെയ്ത് വെക്കുക, അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. സേവ് ചെയ്ത് വെക്കുന്നതിനേക്കാളും പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ മൊബൈലൊക്കെ പെട്ടെന്ന് കേടുവന്ന് പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കൈമോശം വന്ന് പോകാൻ സാധ്യതയുണ്ട്, ഡിലീറ്റൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അതെന്ത് ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, നമ്മളുടെ ഡ്രൈവിലേക്കോ മെയിലിലേക്കോ ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത്
സേഫാക്കി എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ അപേക്ഷ എങ്ങനെയാണ് അതിൻ്റെ കോപ്പി എടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു പ്രൊഫൈലാണ്. നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷനിൽ നമ്മൾ ലോഗിൻ ചെയ്യുമല്ലോ. അത് ലോഗിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ കാണാൻ കഴിയുക. ഈ പ്രൊഫൈലിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഏതൊക്കെ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, 707/2023 UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാൻഡിഡേറ്റ്. അപ്പോൾ ഈ കാൻഡിഡേറ്റിൻ്റെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇത് നമ്മുടെ ഹോം പേജാണ്. നമ്മൾ ലോഗിൻ ചെയ്താൽ ഈ ഹോം പേജാണ്. അതിനകത്ത് മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ മൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു പ്ലസ് ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഈ പ്ലസ് ചിഹ്നം കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്ലസ് ചിഹ്നം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. അതിന് ഏറ്റവും സൈഡായിട്ട് ഇവിടെ ഒരു PDF-ൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്രമാത്രം കാണാൻ കഴിയുന്നുണ്ട് എന്നെനിക്കറിയില്ല. നോക്കുക, അവിടെ ഒരു PDF-ൻ്റെ ചിഹ്നം കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഈ PDF-ൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ആയിട്ട് വരും. അത് നിങ്ങളുടെ ഡൗൺലോഡ് ഹിസ്റ്ററിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ സേവ് ആയി വരുന്നതായിരിക്കും കേട്ടോ. അത് ഇവിടെ സേവ് ആയി വരും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ PSCയുമായി ബന്ധപ്പെട്ട് എന്ത് പറയണം? ഒരു കത്തിടപാട് നടത്തുകയോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് വരാതിരിക്കുകയോ അതല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വരാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ ഇത് കാണിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് PSCയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ അയച്ചു, നമ്മളുടെ കഷ്ടകാലത്തിന് എങ്ങാനും അത് നമ്മുടെ സൈറ്റിൽ കാണാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഒരു മുൻകരുതൽ എടുക്കുക. ഓൾറെഡി അത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം പ്രൊഫൈലിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ലാഘവത്തിൽ വിടണ്ട. നല്ല അവസരമാണ്, അതുകൊണ്ട് പറയുകയാണ്. ഇനി വേറൊരു സംശയം, അത് നമ്മുടെ LP-UP കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയമാണ്. നമ്മുടെ കോഴ്സ് പുതിയ ബാച്ച് നാളെ ആരംഭിക്കുന്ന പുതിയ ബാച്ചാണ്. അതിൻ്റെ ഫീസ് 1999 രൂപയാണ്. വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ്. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റെക്കോർഡ് ക്ലാസ്സുകളാണ്. എന്ന് വെച്ച് റെക്കോർഡ് ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ എന്നല്ല, ഒപ്പം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലൈവ് ക്ലാസ് നമ്മൾ എന്തിനാണ് തരുന്നത്? വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ബുദ്ധിമുട്ടല്ലേ ലൈവ് ക്ലാസ്? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇവിടെ റെക്കോർഡ് ക്ലാസ്സസ് മാത്രമാകുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? നമ്മൾ സ്വയം പഠിക്കുകയാണ്. ആ സ്വയം പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മടുപ്പ് അല്ലേ, ഒരു ആവേശക്കുറവ്, അതല്ലെങ്കിൽ സ്വയം പഠിക്കാനിരിക്കുന്ന സമയത്തുണ്ടാകുന്ന മടി, സ്വയം പഠിക്കാനിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ദിവസേന ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസ് കാരണം മാറ്റിവെക്കാൻ കഴിയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാവാതെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നാളെ പഠിക്കാം എന്ന രീതിയിൽ ഇങ്ങനെ മാറ്റിവെക്കുന്ന ആ ഒരു പ്രവണതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ക്ലാസ് തരുന്നത്. രാത്രി 9 മണി മുതൽ 10:30 വരെയും രാവിലെ 4:30 മുതൽ 5:45 വരെയും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. മെൻറ്ററുടെ നേതൃത്വത്തിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസാണ് നമ്മൾ ഫുള്ളായിട്ട് സിലബസ് കവർ ചെയ്യുന്നത്. ലൈവ് ക്ലാസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മടി മാറ്റാനും പഠനത്തിൽ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് മത്സരിച്ച് പഠിക്കാനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. +2 ഡിഗ്രി ലെവൽ എക്സാമുകളുടെ നമ്മളുടെ സിലബസിലുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിയുടെ മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
മാതൃകാ പരീക്ഷകൾ ഒരുപാട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ മാതൃകാ പരീക്ഷ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ക്ലാസ് എന്ന് വെച്ച് ആപ്ലിക്കേഷനകത്ത് ഒരു ചോദ്യം തന്നു, 4 ഓപ്ഷൻ തന്നു, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടു കൂടിയുള്ള പരിപാടിയേ അല്ല. OMR ഷീറ്റ്, സാമ്പിൾ OMR ഷീറ്റ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഒരു 50 കോപ്പി എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ 50 കോപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആപ്പ് വഴി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 100 മാർക്കിന് നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണോ ഒരു PSC പരീക്ഷ നടത്തുക അല്ലേ, സമയബന്ധിതമായി, സിലബസ് ഓറിയൻറ്റഡ് ആയി, കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ, സിലബസ് അനുസരിച്ചിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ വെച്ച് PSCയുടെ പുതിയ പരീക്ഷാ രീതി അനുസരിച്ച് PSCയുടെ പരീക്ഷ തന്നെ അതേ രീതിയിലുള്ള മാതൃകാ പരീക്ഷ. അപ്പോൾ നിങ്ങളത് OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് എന്ത് ചെയ്യണം, എഴുതണം. OMR ഷീറ്റ് കറുപ്പിക്കണം. അപ്പോൾ OMR ഷീറ്റ് കറുപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടും, ടൈം മാനേജ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള OMR ടെസ്റ്റ് പ്രാക്ടീസ് സീരീസ് തന്നെ നമ്മൾ തരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു 2020 ശേഷം നടന്നിട്ടുള്ള അല്ലെങ്കിൽ 21 ശേഷം നടന്നിട്ടുള്ള +2 ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതായത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്നവരാണ്. അതായത് LP UP പൊതുവെ നമ്മൾ LDC പോലെയൊന്നും അല്ല, വലിയ PSC ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ് കൂടുതൽ ഈ പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് അത്യാവശ്യം ശ്രമിച്ചാൽ ഈ ശ്രമിക്കുന്ന എല്ലാവർക്കും നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. നല്ല റാങ്കിലേക്ക് എത്തിയാലേ ജോലിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ 1999 രൂപയ്ക്ക് മെൻറ്റർ സപ്പോർട്ടോട് കൂടി രാവിലെയും വൈകുന്നേരവും ലൈവ് ക്ലാസ്സും ഫുൾ സിലബസ് റെക്കോർഡ് ക്ലാസ് ആയിട്ടും റെക്കോർഡ് ക്ലാസ്സുകൾക്കൊക്കെ നോട്ട്സ് ആയിട്ടും റെഗുലർ റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. കൂടാതെ OMR ടെസ്റ്റ് പ്രാക്ടീസ് ഉണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി എക്സാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടിയ ബാച്ച് തിങ്കളാഴ്ച, അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജാനുവരി 15 സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ഫോട്ടോയിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അബദ്ധം വരുത്തരുത്. അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. അത് കൈമോശം വരാതെ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല അവസരമാണ്. ഇനി സമയം വളരെ കുറവാണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, വിജയിക്കാം. നമ്മൾ ഒപ്പമുണ്ടാവും കേട്ടോ. താങ്ക് യു.